ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു കാലം വരാനുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയാണ്, തബാറക എല്ലാ ദിവസവും പതിവാക്കുന്ന മനുഷ്യന് ഖബറിൽ അദാബ് ഉണ്ടാവില്ല. ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. തബാറക ദിവസവും പതിവാക്കിയ ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല, ഖബറിൽ ശിക്ഷയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കൂടി യുദ്ധം കഴിഞ്ഞ് വരുമ്പോ വഴിയിൽ ടെന്റ് കെട്ടി വിശ്രമിച്ചു. അങ്ങനെ വിശ്രമിക്കുമ്പോ ഒരു സ്വഹാബി പാതിരാ സമയം അങ്ങനെ ഉറങ്ങുക. അപ്പൊ ഇടക്കൊന്ന് ഉണർന്നു നോക്കുമ്പോ എവിടുന്നോ തബാറക സൂറത്ത് ഓതുന്ന ശബ്ദം. അങ്ങനെ എഴുന്നേറ്റ് നോക്കി, റബ്ബേ എവിടുന്ന് ആരാ തബാറക ഓതുന്നത്? ഒരു പിടുത്തമില്ല. നോക്കുമ്പോ അദ്ദേഹം സ്വഹാബി കിടക്കാൻ വേണ്ടി വിരിച്ച വിരിപ്പിന്റെ അടിയിൽ നിന്നാണ് തബാറക കേൾക്കുന്നത്. നോക്കുമ്പോ ഇതൊരു ഖബറാണ്. അദ്ദേഹം അറിയാതെ വിരിച്ചു കിടന്നതാ. ഉടനെ ഇയാള് വിരിപ്പ് മടക്കി വെച്ചിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് ചെല്ലുകയാ. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്ന, നബിയേ, ഞാൻ വിശ്രമിച്ചതൊരു ഖബറിന്റെ മുകളിലാണ്, അറിയാതെ ടെന്റ് കെട്ടിയതാണ്. പക്ഷേ വിഷയം അതല്ല, ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് തബാറക കേട്ടു നബിയേ. ലോകത്തിന്റെ നേതാവിന്റെ മറുപടി, യുവാക്കളെ കേട്ടോ, രക്ഷിതാക്കളെ ശ്രദ്ധിച്ചോ, ഉമ്മമാരെ, അള്ളാന്റെ റസൂലിന്റെ മറുപടി, അതേ, ഹുവൽ മുൻജിയാ, അതെ, ഖബർ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് തബാറക. തബാറക ഓതുന്ന മനുഷ്യന്റെ സൗഭാഗ്യം നോക്കും ഉമ്മമാരെ, രക്ഷിതാക്കളെ. ഞാൻ പറയുന്നത് നാവ് കൊണ്ട് ചൊല്ലി പറയാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ, ദിക്റുകളും സ്വലാത്തുകളും വിശുദ്ധമായ ഖുർആനും കഴിവിന്റെ പരമാവധി പാരായണം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ യുവാക്കളെ, രക്ഷിതാക്കളെ, എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നാം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതം അതാണ്. റബ്ബിന്റെ കാവലുണ്ടാകാൻ, അള്ളാഹുവിന്റെ സഹായമുണ്ടാകാൻ, ഈമാനോടെ മരിക്കാൻ നാം കാത്തു സൂക്ഷിക്കേണ്ട രണ്ട് കാര്യം. ഒന്ന്, ജീവിതത്തിൽ അദബുണ്ടാവുക, അച്ചടക്കമുള്ള ജീവിതം നയിക്കുക. രണ്ട്, അള്ളാഹുവിനിക്ക് കഴിയുന്നത്ര നാവ് കൊണ്ട് ചൊല്ലി പറയുന്ന കർമ്മങ്ങളിൽ വ്യാപൃതരാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമതായി, നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിപ്പറയൽ മാത്രം പോരാ. ആദ്യം നമ്മളെ ജീവിതത്തിൽ അച്ചടക്കവും അദബും വേണം. അതില്ലാതെ കുറെ ചൊല്ലിയിട്ട് എന്താ കാര്യം? ഇപ്പൊ ഖുർആൻ ഓതൽ പുണ്യമുള്ള കർമ്മമാണ്. ഖുർആൻ ഓതൽ പുണ്യമുള്ള കർമ്മമാണ്. ഒരാൾ ഖുർആൻ ഓതുകയാണ്. എങ്ങനെ ഖുർആൻ ഓതണത്? 5-6 ഖുർആൻ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ കാൽമക്കേലും കയറ്റിച്ചിരുന്ന മൂപ്പര് ഖുർആൻ ഓതണം. ആ ഖുർആൻ ഓതണോണ്ട് എന്ത് കാര്യം? കാരണം ഖുർആൻ ഓതൽ സുന്നത്ത, ഖുർആനെ ബഹുമാനിക്കൽ വാജിബാണ്. ഖുർആനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. ഖുർആൻ ഓതൽ സുന്നത്ത. വലിയ ഖുർആന്റെ ആളാ, പെരിയിൽ ഖുർആനൊക്കെ എവിടെയോ ഒരു മൂലക്കെട്ടതാ. അവനിക്ക് എന്ത് ഖുർആനാ? അവൻ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ശപിക്കും. അപ്പൊ അതിന്റെ ഇടക്ക് ആരോ കണ്ടു, ഈ മറ്റേ കച്ചറകളൊക്കെ വിൽക്കുന്നിടത്തുനിന്ന് മുസഹഫ് വാരിക്കൊണ്ടുവരാണ്. ആക്രിക്കടി കൊണ്ടുപോയി വിറ്റിരിക്കുന്നു വിശുദ്ധ ഖുർആൻ. ആക്രിക്കടി കൊണ്ടുപോയി ഖുർആന്റെ കഷ്ണങ്ങൾ മുസ്ലിമീങ്ങൾ വിറ്റൊക്കെയാണ്. ആ വിറ്റ മുസ്ലിമീങ്ങളുടെ ആഖിറത്തിന്റെ അവസ്ഥ എന്താ? ഓനൊക്കെ വലിയ വലിയ തറവാട്ടുകാരനായിട്ട് എന്താ കാര്യം? നേരെ മറിച്ച് നമ്മൾ ആദരിക്കേണ്ടത് അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനെ നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനിക്കേണ്ട വസ്തുക്കളോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട്, അച്ചടക്കവും നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾക്കാണ് യജമാനനായ അല്ലാഹു കൂലി തരുക. അല്ലാഹു പ്രതിഫലം തരുന്ന അമലേതാണെന്നറിയുമോ? അദബോടെ ചെയ്യുന്ന അമലുകൾക്കാണ്, ബഹുമാനത്തോടെ ചെയ്യുന്ന അമലുകൾക്കാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ തന്റെ മുമ്പിൽ ഒരു കടലാസ് കണ്ടു. ഒരു കടലാസ്, തന്റെ മുമ്പിൽ ഒരു കടലാസ് കണ്ടു. ഇതെന്താണ് കടലാസ്? നോക്കുമ്പോ അതിൽ അള്ളാന്റെ പേരുണ്ട്. അള്ളാഹുവിന്റെ പേരുള്ള ഒരു ഖുർആന്റെ കഷ്ണം. ഉടൻ ഈ മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിന്റെ മനസ്സിന് വല്ലാത്ത പേടി, ബേജാറ്. ആ ബേജാറിനാണ് ഈമാൻ എന്ന് പറയാ. നമുക്ക് ഇല്ലാത്തതും അതാണ്. മുസഹഫ് കിടക്കുന്ന കണ്ടാ പോലെ എടുത്തിട്ട് അങ്ങോട്ട് ഇടും. മുസഹഫിന്റെ കഷ്ണം ചവിട്ടിയാൽ ഉപ്പാക്കും ഉമ്മാക്കും ഒരു ബേജാറില്ല. പഴയ കാലത്ത് അങ്ങനല്ല. പഴയ കാലത്ത് ഒരു പെരിയിൽ മുസഹഫ് ഉണ്ടെങ്കിൽ ആ മുസഹഫിനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും
ഇങ്ങനെ ഒരു കവറൊക്കെ ഉണ്ടാക്കി അല്ലെ, അങ്ങനല്ലേ പഴയ കാലത്ത് ഒരു കവർ ഉണ്ടാക്കി ആ കവറിന്റെ ഉള്ളിൽ ആ മുസഹഫ് വെക്കുക. അത് ആദരവായിരുന്നു, അന്നുള്ള ആളുകളുടെ മനസ്സിന്റെ ഈമാനായിരുന്നു. കാരണം അതിനോടുള്ള ബഹുമാനം. അപ്പൊ ഖുർആന്റെ ബറക്കത്ത് നമുക്ക് ഉണ്ടാവും. എന്നാൽ ഇന്ന് ഇസ്ലാമിന്റെ അനുയായികളാണ് ഞാനും നിങ്ങളും. ഒരുപാട് ചൊല്ലി പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അനുസൃതമായ ആദരവ് നമുക്കുണ്ടോ, നമ്മളെ വീട്ടിലെ മക്കൾക്കുണ്ടോ, ഭാര്യക്കുണ്ടോ എന്ന് ഓരോരോ അടുക്കളയിലും ജീവിക്കുന്ന ഉപ്പയും ഉമ്മയും ഇവിടെ ഇരുന്ന് ആലോചിച്ചോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ കുടുംബ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല, ഭാര്യ മക്കളിൽ അല്ലാഹുവിന്റെ കാവലുണ്ടാവില്ല. ബഹുമാനപ്പെട്ട ബിശ്റുൽ ആഫി അള്ളാന്റെ പേരുള്ളൊരു കടലാസ് കണ്ടപ്പോ മനസ്സ് വേദനിക്കുകയാണ്. ആ കടലാസുമായി ഒരു അത്തർ കടയിലേക്ക് ഓടുകയാണ്. അത്തർ കടയിൽ പോയി അത്തർ കച്ചവടക്കാരനോട് പറയുകയാണ്, മനുഷ്യ ഒരൽപ്പം അത്തർ തരുമോ? എന്തിനാ അത്തറ്? ഒന്നല്ല, അവിടുന്ന് ഒരു ചെറിയ കടലാസ് കിട്ടി. അത് അറബി കടലാസ്, അള്ളാന്റെ പേരയിലുണ്ട്, അത് ചളിയായി കിടക്കുകയാണ്. ഉടനെ അയാൾ അത്തറ കൊടുത്തു. ഈ മഹാൻ അതിലും അത്തറൊക്കെ പുരട്ടി നന്നായി. ചെറിയ കടലാസിന്റെ കഷ്ണത്തെ കുറിച്ചാണ് ഈ പറയണത്. അല്ലാതെ നമ്മളെ വീട്ടിൽ പെട്ടിയിൽ ഒന്നായിട്ട് കീറി പറഞ്ഞിരിക്കണം മുസാഫിനെ കുറിച്ചല്ല. അപ്പൊ അതിന്റെ ഗൗരവം എത്ര ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം അതൊക്കെ പുരട്ടിയിട്ട് നേരെ ഏറ്റവും മേലെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് അന്നത്തെ ഏറ്റവും വലിയൊരു മഹാനുണ്ട്, ബഹുമാനപ്പെട്ട സജ്ജാജ് റളിയല്ലാഹു അൻഹു, സൂഫി വര്യനാണ്. സജ്ജാജ് റളിയല്ലാഹുവിന്റെ അരികിലേക്ക് പോവുകയാണ്. സജ്ജാജ് റളിയല്ലാഹുവിനോട് അരികിലേക്ക് അങ്ങ് ചെന്നപ്പോ മഹാനവറുകൾ പറയുകയാണ്, നിങ്ങൾ എന്തോ ഒരു വലിയ അമൽ ചെയ്തുകൊണ്ടാണല്ലോ വരുന്നത്, നിങ്ങൾ എന്തോ ഒരു വലിയ അമൽ ചെയ്തുകൊണ്ടാണല്ലോ വരുന്നത്. ഇയാള് പറഞ്ഞു, ഞാനൊരു വലിയ അമലൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ അള്ളാഹുവിന്റെ മലക്കുകൾക്കിടയിലുള്ള ചർച്ച ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു, അള്ളാഹു നിങ്ങളെ ഉന്നതമായ സ്ഥാനത്തെത്തിച്ചിരിക്കുന്നു. എന്തിനാണ്? അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ വരുന്ന വഴിയിൽ അള്ളാഹുവിന്റെ പേരുള്ള ഒരു കടലാസ് കണ്ടപ്പോ അതിനോട് ഞാൻ ആദരവ് കാണിച്ച, ബഹുമാനികൾ കാണിച്ചു. ഞാൻ അതിനെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സജ്ജാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു. ഉമ്മമാരെ, യുവാക്കളെ, രക്ഷിതാക്കളെ, മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടത് കുറെ നിസ്കാരവും നോമ്പുമല്ല, അതുകൊണ്ടൊക്കെ രക്ഷപ്പെടും. പക്ഷേ അടിത്തറ ഇളകാതെ കാത്തു സൂക്ഷിക്കണം. അടിത്തറ ഏതാണെന്നറിയുമോ? അത് തഅലീമുമാ അല്ലമല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കലാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക. അതുണ്ടായാൽ തന്നെ നമ്മളെ ഈമാൻ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനത്തെ അതോടുകൂടെ ചെയ്യുന്ന ഒരു ചെറിയ അമലാണെങ്കിലും നമ്മുടെ അമൽ അള്ളാഹു സ്വീകരിക്കും. അതിന് ആദ്യം വേണ്ടത് ഞാൻ എന്ന് പറയുന്ന ചിന്തയിൽ നിന്ന് മാറി ആദരവും ബഹുമാനവും ഉണ്ടാകണം. ആദരവും ബഹുമാനവും, ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കണം, ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കണം. ഇന്നത്തെ ലോകത്തെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ആദരവും ബഹുമാനവും. ആദരവും ബഹുമാനവും അതാണ് ഇന്നത്തെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇടയങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. അമ്മായിമാനെ മരുമകൾ ഉന്തി തള്ളിടുകയാണ്. വീണ് കിടന്ന മരുമകൾ അമ്മായിമ്മ, വയസ്സായ ഉമ്മ എഴുന്നേൽക്കുകയാണ്. ലോകം മുഴുവനും ആ രംഗം കാണുകയാണ്. സത്യത്തിൽ മാതാവിനോടും പിതാവിനോടും ആദരവില്ലാതെ ഒരു മനുഷ്യൻ സൽക്കർമ്മം ചെയ്തിട്ട് എന്താ കാര്യം? ഒരു മനുഷ്യൻ ഇബാദത്ത് എടുത്തിട്ട് എന്താ കാര്യം? ഇപ്പൊ നാളെ ഞാൻ ഒരു സ്ത്രീയുടെ ഒരു ഡയറി ഉണ്ട്. നമ്മുടെ പരിചയമുള്ള ഒരു സഹോദരിയുടെ ഡയറി നോക്കുമ്പോ അതിൽ നിറച്ച് ദിക്കറാണ്. ദിക്കറോട് ദിക്കർ. അവിടെ ദിക്കർ, എത്ര ദിക്കറുകളെ, രാവിലെ ചെല്ലേണ്ട ദിക്കർ, വൈകുന്നേരം ചെല്ലേണ്ട ദിക്കർ, ചോറയിച്ചാൽ നേരത്തെ ചെല്ലേണ്ട ദിക്കർ, ചോറയിച്ച് കഴിഞ്ഞാൽ ചെല്ലേണ്ട ദിക്കർ, ദിക്കറോട് ദിക്കർ. പുതിയാപ്പിള ഗൾഫ് പോകാൻ ചെല്ലേണ്ട ദിക്കർ, പോയ ആൾക്കിട്ട് വരാൻ ചെല്ലേണ്ട ദിക്കർ. ഞാൻ ചോദിച്ചു, ഇത്രയും തോന്ന ദിക്കർ എവിടുന്ന? അപ്പൊ പറഞ്ഞു, ആ മൂലയാരെ യൂട്യൂബ് പ്രസംഗം കേട്ടപ്പോ അതിന് കുറച്ച് ദിക്കർ കിട്ടി, ഈ മൂലയാരെ യൂട്യൂബ് പ്രസംഗം കേട്ടപ്പോ അതിനും കുറച്ച് ദിക്കർ കിട്ടി, മറ്റേ മൂലയാര് യൂട്യൂബ് അല്ലാത്ത പ്രസംഗം കേട്ടപ്പോ അവിടുന്നും കിട്ടി, സുബൈക്കുള്ള അവിടെ കേട്ടപ്പോ അവിടുന്നും കിട്ടി, വൈകുന്നേരം ഉള്ളപ്പോ അവിടുന്നും കിട്ടി. താത്താക്ക് വരി വരിയായിട്ട് എഴുതലാ പടി. എന്നിട്ട് അങ്ങനെ ചൊല്ലി പറയും. ഞാൻ ചോദിക്കട്ടെ, അതിനകത്തൊക്കെ ഇടങ്ങാറാവണോ സ്വർഗം നേടാൻ? വേണ്ട. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
അള്ളാന്റെ പൊരുത്തം കുറേ ദിക്റുകൾ അവിടെ കേട്ടു ഇവിടെ കേട്ടു മൊബൈലിൽ കേട്ടു രാവിലെയും കേട്ടു വൈകുന്നേരം കൂടെ ഉച്ചക്കും കേട്ടു രാവും കേട്ടു പകലും കേട്ടു എഴുതോടെ എഴുത്ത് ഇതുകൊണ്ട് അള്ളാന്റെ പൊരുത്തം കിട്ടുമോ? ഇല്ല ഉമ്മമാരെ. നിങ്ങളിൽ ഒരാളും അമല് കൊണ്ട് രക്ഷപ്പെടുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര ഇബാദത്ത് എടുത്താലും എത്ര സൽക്കർമ്മം ചെയ്താലും രക്ഷപ്പെടുകയില്ല. അല്ലാഹുവിന്റെ കൃപ കൊണ്ടല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടുകയില്ല. അല്ലാഹുവിന്റെ കാരുണ്യം ആരോടാണെന്നറിയോ? നിഷ്കളങ്കമായ മനസ്സുള്ളവനോടാണ്. അല്ലാഹുവിന്റെ കൃപ ആരോടാണെന്നറിയുമോ? കറപുരളാത്ത അഹങ്കാരമില്ലാത്ത ആദരവും ബഹുമാനവും മനസ്സിലുള്ളവനോടാ.